ഒരു പെർഫ്യൂം ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ പ്രൈം ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് 3 ഘടകങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് പെർഫ്യൂം കോൺസെൻട്രേറ്റ്, രണ്ടാമത്തെ പാർട്ടാണ് ഡൈല്യൂട്ടൻറ്റ്, മൂന്നാമത്തെ പാർട്ടാണ് പാക്കേജിങ്. ഹായ് ഓൾ, കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടി. ഐ എം റിയലി ഹാപ്പി ഫോർ ദാറ്റ്. സോ ഫ്രം ടുഡേ ഓൺവേർഡ്സ് ഐ വിൽ ബി ഷെയറിങ് എ ലോട്ട് ഓഫ് ഇൻസൈറ്റ് റിഗാർഡിങ് പെർഫ്യൂംസ് ആക്ച്വലി. സോ ഫസ്റ്റ് പാർട്ടായിട്ടുള്ള പെർഫ്യൂം കോൺസെൻട്രേറ്റിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉണ്ടാക്കുന്നു, അതിൻ്റെ മാനുഫാക്ചറിങ് സെറ്റപ്പുകൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനകത്ത് എന്തെങ്കിലും റെഗുലേഷൻസ് ഉണ്ടോ എന്നുള്ളതൊക്കെ വലിയൊരു ശതമാനം ആളുകൾക്കുള്ള സംശയമാണ്. രണ്ടാമത്തെ പാർട്ട് പറയുന്ന സമയത്ത് അതിൻ്റെ ഡൈല്യൂട്ടൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഓയിൽ ബേസ്ഡ് ഫ്രാഗ്രൻസ് കണ്ടിട്ടുണ്ടാവും, ആൽക്കഹോൾ ബേസ്ഡ് ഫ്രാഗ്രൻസ് കണ്ടിട്ടുണ്ടാവും. അതിനകത്ത് തന്നെ ഓ ടോയ്ലറ്റ്, ഓ പെർഫ്യൂം, എക്സ്ട്രാ പെർഫ്യൂം, അങ്ങനെ പല പേരുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മൂന്നാമത്തെ പാർട്ടാണ് പാക്കേജിങ്ങിനകത്ത് ഏറ്റവും വലിയ കാര്യമാണ് അതിൻ്റെ ബോട്ടിൽ, അതേപോലെ തന്നെ അതിൻ്റെ ആക്ച്വേറ്റർ. ഈ ആക്ച്വേറ്റർ സെലക്ട് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പെർഫ്യൂമിൻ്റെ ഓയിലുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടാണോ, ഇനി അതല്ല ഇറ്റ് ഇസ് ജസ്റ്റ് ഒരു റാൻഡം ചോയ്സ് ആണോ, ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ. പിന്നെ പാക്കേജിങ്ങിനകത്ത് ഏത് ടൈപ്പ് പാക്കേജിംഗ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഫ്രഞ്ച് പാക്കേജിംഗ് ഉണ്ട് നമ്മൾ അതേപോലെ തന്നെ റിജിഡ് ബോക്സ് പ്രീമിയം പാക്കേജിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് ഘടകങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടാണ് ഒരു പെർഫ്യൂം ഉണ്ടാകുക. അപ്പോൾ ഇപ്പം ഞാൻ ഈ പറഞ്ഞ 3 സംവിധാനങ്ങൾ, അതായത് ഈ 3 ഡിഫറെൻറ്റ് പാർട്ടുകൾ, ഈ പാർട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണം താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ അറിയേണ്ടത് അത് താഴെ കമൻസിൽ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നതായിരിക്കും.